വചനം ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. വചനം പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇത് ആരാ പറഞ്ഞത്? എന്നാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? നമുക്കറിയാം, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷകനായ യേശു പറഞ്ഞ ഒരു കാതലായ സന്ദേശമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനമില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കാര്യമില്ല. സമാധാനത്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. സമാധാനത്തിനു വേണ്ടിയാണ് മനുഷ്യൻ നെട്ടോട്ടമോടുന്നത്. ലോകത്തിന്റെ പല മേഖലകളിൽ മനുഷ്യൻ പോകുന്നു, പലതിനും വേണ്ടി പോകുന്നു. അല്പ സമാധാനത്തിനു വേണ്ടിയാണ്. എല്ലാമുണ്ട്, കാശുണ്ട്, നല്ല കുടുംബമുണ്ട്, മക്കളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ സമാധാനമില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കൈനിറയെ കാശുണ്ട്, നല്ല കുടുംബമുണ്ട്, ആരോഗ്യമുള്ള മക്കളുണ്ട്, ആരോഗ്യമുള്ള ഭർത്താവുണ്ട്, സൗന്ദര്യമുള്ള ഭാര്യയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ സമാധാനമില്ല എങ്കിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരർത്ഥമില്ല എന്നതാണ് മറ്റൊരു സത്യമെന്ന് പറയുന്നത്. ഇവിടെ സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഇടങ്ങളിൽ സന്ദർശിക്കുന്നു, പോകുന്നു. പക്ഷെ അവിടെ എല്ലാം പോയി അവർ നിരാശിതരാകുന്നതല്ലാതെ അവർക്ക് സമാധാനം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതിരിക്കുക. അതിന്റെ നടുവിലാണ് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രക്ഷകനായ യേശു കർത്താവ് വിളിച്ചു പറയുവാനിടയായത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒന്ന്, ലോകരക്ഷകനായ യേശുവിന് സമാധാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. വേദപുസ്തകം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നാണ് വേദപുസ്തകം വ്യക്തമായി പറയുന്നത്. അതെ, അവിടെ പറയുന്നത് സമാധാന പ്രഭു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തു എല്ലാവരും ജനിക്കുന്നത് പോലെ ജനിച്ചതല്ല. യേശു ക്രിസ്തു എല്ലാവരും ജീവിച്ചതുപോലെ ജീവിച്ചതല്ല. യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു. യേശു ഉയർത്തതുപോലെ ഉലകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എല്ലാവരും മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ, എല്ലാവരും മരണം കൊണ്ട് തീർന്നപ്പോൾ, യേശുവിന്റെ കാര്യത്തിൽ, യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. മരണം കൊണ്ടെല്ലാം അവസാനിച്ചപ്പോ ലോകരക്ഷകനായ യേശു ക്രിസ്തു മരണം കൊണ്ട് തുടങ്ങുകയാണ് ചെയ്യുവാനിടയായി തീർന്നത്. യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം, യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്ന്, യേശു ക്രിസ്തു ആരിലൂടെ ജനിക്കുമെന്നും, യേശു ക്രിസ്തു എങ്ങനെ ജനിക്കുമെന്നും ഒക്കെ വ്യക്തമായി പ്രവാചകന്മാർ ശക്തമായി പ്രവചിച്ച പ്രവചനങ്ങളുടെ ഒരു നിവർത്തിയായിരുന്നു യേശുവിന്റെ ഈ ലോക വരവെന്ന് പറയുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് യേശു എങ്ങനെ ജനിക്കുമെന്ന് വ്യക്തമായി പ്രവചിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മീഖ യേശു എവിടെ ജനിക്കുമെന്ന് വ്യക്തമായിട്ട് പ്രവചിക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് യെശയ്യാവ് പ്രവചിക്കുവാനിടയായി. യേശുവിന്റെ അടക്കത്തെക്കുറിച്ച് വ്യക്തമായി പ്രവചിക്കുവാനിടയായി. യേശു എങ്ങനെ അടക്കപ്പെടുമെന്ന് വ്യക്തമായി പ്രവചിച്ചു. അങ്ങനെ യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു, ഇങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ വരും,
ഇന്നയിടത്ത് ജനിക്കും, ഇന്നതുപോലെ ജീവിക്കും, ഇന്നതുപോലെ നടക്കും, ഇന്നതുപോലെ മരിക്കും, ഇന്നതുപോലെ അടക്കപ്പെടുമെന്നൊക്കെ പ്രവാചകന്മാർ വ്യക്തമായി പ്രവചിച്ചതിന്റെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ യേശുവിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ ഇടയായി തീർന്നു. മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ഗബ്രിയേൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ ഇടയണമെന്നൊക്കെ വ്യക്തമായൊരു പ്രവചനം അവിടെ, അല്ലെങ്കിൽ ഒരു ദൂത് ഒരു പെൺകുട്ടിയോട്, അല്ലെങ്കിൽ കന്യകയായ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു. ഈ ദൂത് കേട്ട്, അല്ലെങ്കിൽ ഈ പ്രവചനം കേട്ട്, ഈ ദൂത് കേട്ട് അന്നത്തെ ആ മറിയ ദൂതനോട് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? കണ്ടോ, യേശു ജനിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയോട് പറഞ്ഞ ദൂത് അവക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ദൂതായിരുന്നു. കാരണം കല്യാണം കഴിയാത്ത, വിവാഹ നിശ്ചയം മാത്രം ചെയ്യപ്പെട്ടിരിക്കുന്നവളോട് പറയുക, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. അതെ, അത് ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്, അത് മെഡിക്കൽ സയൻസിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ആ ദൂതിനോട് പ്രതികരിച്ചു മറിയ, ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും? ഉടൻ ആ മറിയയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ വ്യക്തമായിട്ട് ദൂതൻ മറിയോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതേ പ്രിയരെ, സ്നേഹിതരെ, വിശുദ്ധ പ്രജ എന്നാണ് യേശുവിനെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുവാൻ ഇടയായത്. യേശു ഒരു വിശുദ്ധനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ പാപമില്ലായിരുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്തിട്ടില്ലായിരുന്നു. യേശുവിൽ പാപമില്ലായിരുന്നു. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തു ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം തെരുവീതിയിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? യേശുക്രിസ്തു എന്ന് പറയുന്ന കഥാപാത്രം ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പച്ചയായ മനുഷ്യനാണ്. അത് അമ്മുമ്മ കഥയല്ല, ഐതിഹ്യമല്ല. യേശുക്രിസ്തു ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ്. ചരിത്രത്തെ BC എന്നും AD എന്നും തരം തിരിച്ച് രണ്ടിന്റെയും നടുവിൽ ഇറങ്ങി വന്ന ചരിത്ര പുരുഷനായിരുന്നു യേശു എന്ന് പറയുന്ന പുണ്യപുരുഷൻ. യേശു ക്രിസ്തുവാണ് ചരിത്രത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നത്. യേശുവിന് മുമ്പ് BC എന്നും യേശുവിന് ശേഷം AD എന്നും അങ്ങനെ ചരിത്രത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന ചരിത്ര പുരുഷനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ആ യേശു ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല. ആ യേശു ക്രിസ്തുവിൽ പാപമില്ല. ആ യേശു ക്രിസ്തു ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കാർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ഇവിടെ ഏതെങ്കിലും ഒരു മത നേതാക്കന്മാർക്ക് ഇങ്ങനെ ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മത നേതാക്കന്മാർക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ചോദിക്കുവാൻ ധൈര്യമുണ്ടോ? യേശു ക്രിസ്തു ചോദിച്ചു, നിങ്ങൾക്കാർക്ക് എന്റെ തെറ്റ് ബോധ്യപ്പെടുത്താം? അന്നത്തെ 5 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിന്റെ മേൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അന്നത്തെ മതക്കോടതികളും അന്നത്തെ സിവിൽ കോടതികളും കരം കോർത്തു പിടിച്ചു. എന്തിനാ? യേശുവിൽ ഒരു തെറ്റു കണ്ടുപിടിക്കുവാൻ, യേശു കുറ്റക്കാരനെന്ന് തെളിയിക്കുവാൻ. അന്നത്തെ കള്ളസാക്ഷികളെ യേശുവിന്റെ മുമ്പിൽ നിർത്തി ഒരുമിച്ച്
യേശുവിൽ നിന്നൊരു തെറ്റ് കണ്ടുപിടിക്കുവാൻ അവർ അങ്ങേയറ്റം വാദിച്ചു. പക്ഷേ യേശു ക്രിസ്തുവിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ, യേശുവിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു സത്യം തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ അത് യേശു ക്രിസ്തുവോളം യോഗ്യൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു, യേശു ക്രിസ്തുവിന്റെ കാലത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എന്റെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ചങ്കിലെ ചോര പിഴിഞ്ഞ് അവിടുത്തെ പാദം കഴുകുമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. സുകുമാർ അഴീക്കോട് ഒരിക്കൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയാമോ? യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനാണ്. അദ്ദേഹത്തെ ആരും രക്ഷിക്കാൻ നോക്കണ്ട, അദ്ദേഹത്തിലൂടെ നാം രക്ഷിതരായാൽ മാത്രം മതി എന്നാണ്. അതേ പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമോ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമോ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉളവാക്കണമോ, അത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ എന്നാണ്. യേശു വിശുദ്ധനാണെന്ന് ഇവിടെയുള്ള എല്ലാവരും സമർപ്പിച്ച അല്ലെങ്കിൽ അംഗീകരിച്ച ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ മത നേതാക്കന്മാർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവിടുത്തെ ഉന്നതന്മാർ എല്ലാവരും യേശു ക്രിസ്തു ഉന്നതനെന്നും നീതിമാനെന്നും വിശുദ്ധനെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി സാർ. നമുക്കറിയാം, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന പുണ്യാത്മാവാണ്. കാരണം ഇവിടത്തെ സകല ഗുരുക്കന്മാരും അവരുടെ കാൽപാദങ്ങൾ അവരുടെ ശിഷ്യന്മാരെ കൊണ്ട് കഴുകുമ്പോൾ യേശു എന്ന് പറയുന്ന മഹാൻ അവരുടെ കാലല്ല, അവരെ കൊണ്ടല്ല കാല് കഴുകിപ്പിച്ചത്, താൻ അവരുടെ കാലുകൾ കഴുകി. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാല് യേശു കഴുകി. മറ്റെല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ കൊണ്ട് കാൽ കഴുകിപ്പിക്കുമ്പോൾ, ശിഷ്യന്മാരെ കൊണ്ട് പാദസേവകൾ ചെയ്യിപ്പിക്കുമ്പോൾ, യേശു എന്ന് പറയുന്ന വിശുദ്ധൻ, ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആ മഹാനായ പുണ്യമനുഷ്യൻ തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി. അതുകൊണ്ട് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നാണ്. അതെ, യേശു ക്രിസ്തു ആർക്കും ദോഷം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു ഒരു കുടുംബത്തെയും നശിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു കുടുംബത്തിനും ദോഷമായി പ്രവർത്തിച്ചിട്ടില്ല. യേശു ക്രിസ്തു നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. യേശു ക്രിസ്തു ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പോലെ നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു പച്ച മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. താൻ 3.5 വർഷം ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷ പാപികൾക്കൊന്ന് പാപമോചനം കൊടുത്തു, രോഗികൾക്ക് രോഗസൗഖ്യം കൊടുത്തു, നാടെങ്ങും നന്മ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. അതെ, ആരോരുമില്ലാത്തവർ കത്താണിയായി നിന്നു. എന്തൊക്കെ ആവശ്യത്തോടെ യേശുവിന്റെ അടുക്കൽ ആരൊക്കെ വന്നു അവരെയൊക്കെ മാറോട് ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. അതാണ് യേശു കർത്താവ് ചെയ്ത കാര്യമെന്ന് പറയുന്നത്. യേശു കർത്താവ് ആരെയും ദ്രോഹിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു കുടുംബത്തെയും നശിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു കുടുംബത്തിനും ദ്രോഹമായി ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അതെ, യേശു ക്രിസ്തുവിനെ കണ്ട ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത വ്യക്തികളായിരുന്നു ഞങ്ങളൊക്കെ. തലവേദനകളായി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭാരമായി വേദനയായി ജീവിച്ചവരായിരുന്നു. എന്നാൽ യേശുവിനെ എന്നാണ് ഞങ്ങൾ കണ്ടു, അന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു. വീട്ടുകാർക്ക് തലവേദനയായി, നാട്ടുകാർക്ക് ബാധ്യതയായി ജീവിച്ചു കൊണ്ടിരുന്നിടത്ത് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത്. അതെ, ഈ 21-ാം നൂറ്റാണ്ടിലും ഒത്തിരി പേര് യേശുവിന്റെ സന്ദേശം രക്ഷിക്കുന്നു. യേശു ക്രിസ്തു ആർക്കും വേണ്ടാത്തവരെ അനേക പേർക്ക് ഉപകാരമുള്ളവരാക്കി മാറ്റുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരഭോജികളെ
യേശുക്രിസ്തുവിന്റെ സന്ദേശം നരസ്നേഹികളാക്കി മാറ്റുന്നു, നിഷ്ഠൂരന്മാരെ നിഷ്കളങ്കികളാക്കി മാറ്റുന്നു, ഉപദ്രവികളെ ഉപകാരികളാക്കി മാറ്റുന്നു, കുലപാതകന്മാരെ കുഞ്ഞാടുകളാക്കി മാറ്റുന്നു. റെനി ജോർജ് എന്ന് പറയുന്ന മദ്രാസിലെ മോൻ, നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് മനോരമ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു റെനി ജോർജ് എന്ന് പറയുന്ന മദ്രാസിലെ മോൻ. അറിയാം, തന്റെ വലിയപ്പച്ചനെയും വലിയമ്മച്ചിയെയും ആഭരണങ്ങൾക്ക് വേണ്ടി വളരെ മൃഗീയമായി ഉപദ്രവിച്ച് കൊന്ന ഒരു വ്യക്തിയായിരുന്നു മദ്രാസിലെ മോൻ എന്ന് പറയുന്ന റെനി ജോർജ്. വളരെ മൃഗീയമായി കൊന്നു തള്ളി. അത് പോലീസ് കേസായി അന്വേഷണങ്ങൾ ഒരുപാട് നടന്നെങ്കിലും അതിന്റെ യഥാർത്ഥ ഘാതകനെ, കൊലപാതകിയെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം കൊച്ചുമകനായ ആ റെനി ജോർജ് എന്ന് പറയുന്ന മദ്രാസിലെ മോനെ പിടിക്കുവാൻ ഇടയായി തീർന്നു. അന്വേഷിച്ചപ്പോ തന്റെ വലിയപ്പച്ചനെയും വലിയമ്മച്ചിയെയും കൊന്നത് ഈ റെനി ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ. പോലീസ് കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. അവിടെ തന്റെ ജീവിതം, തന്റെ യൗവനപ്രായം നശിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സുവിശേഷകൻ ആ ജയിലറയിൽ വന്ന് സുവിശേഷം പറഞ്ഞു. തങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി. റെനി ജോർജിന്റെ ഹൃദയം അലിയുവാൻ തുടങ്ങി. പോലീസിനെയോ പട്ടാളത്തെയോ കണ്ട ഭയക്കാത്ത നിഷ്ഠൂരനായ കുലപാതകിയായ റെനി ജോർജിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം, യേശുവിന്റെ സന്ദേശം കയറുവാൻ തുടങ്ങി. റെനി ജോർജ് ഒരു പച്ച മനുഷ്യനെ പോലെ അവിടെ കരയുവാൻ തുടങ്ങി. തന്റെ വലിയപ്പച്ചനെയും വലിയമ്മച്ചയെയും കാശിനു വേണ്ടി, പണത്തിനു വേണ്ടി കൊന്നു തള്ളിയത് തനിക്കൊരു പാപമായി തോന്നി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ റെനി ജോർജ് ആ ജയിലറയിൽ കിടന്ന് കരയാൻ തുടങ്ങി. എങ്ങനെ? പോലീസിന്റെ മർദ്ദനങ്ങളേറ്റിട്ടല്ല, പോലീസിന്റെ മൂന്നാം മുറ ഉപയോഗം നടത്തിയപ്പോഴല്ല, പോലീസിൻ്റെതായ യാതൊരു മർദ്ദനങ്ങളോ പീഡനങ്ങളുടെ നടുവിലല്ല ഈ റെനി ജോർജ് കരയാൻ തുടങ്ങിയത്. സുവിശേഷം എന്ന സന്ദേശം റെനി ജോർജിന്റെ ഉള്ളിലേക്ക് ആർന്നിറങ്ങിയപ്പോൾ താൻ ഒരു കുലപാതകിയാണെന്ന്, താൻ ഒരു നിഷ്ഠൂരനാണെന്ന്, താൻ ചെയ്ത പാപം സമൂഹത്തിന് മറക്കുവാനോ പൊറുക്കുവാനോ കഴിയാത്തതാണെന്ന് റെനി ജോർജിന് മനസ്സിലായി. അത് മായ്ച്ചു തരുന്ന ഒരിടമുണ്ട്, ഒരു വ്യക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ റെനി ജോർജ് എന്ന് പറയുന്ന ഘാതകൻ, കുലപാതകൻ അവിടെ കരയുവാൻ തുടങ്ങി. അതേ പ്രിയരെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രമേ ഒരു ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. മലകൾ കയറിയത് കൊണ്ടോ, നേർച്ചകളും കാഴ്ചകളും അർപ്പണങ്ങളും തർപ്പണങ്ങളും നടത്തിയത് കൊണ്ടോ, നമ്മൾ എന്തെങ്കിലും നല്ല പുണ്യപ്രവർത്തികൾ ചെയ്തത് കൊണ്ടോ നമ്മുടെ പാപങ്ങൾ മായപ്പെടുന്നില്ല, നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെടുന്നില്ല. യഥാർത്ഥമായി നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടണമെങ്കിൽ മലകൾ കയറിയാൽ സാധ്യമല്ല, നേർച്ചകളും കാഴ്ചകളും അർപ്പണങ്ങളും തർപ്പണങ്ങളും നടത്തിയാൽ സാധ്യമല്ല, അനാഥ പിള്ളേർക്ക് തീറ്റ കൊടുത്താൽ സാധ്യമല്ല, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്താൽ സാധ്യമല്ല. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമോ, നമ്മൾക്ക് ഒരു പുണ്യ ജീവിതം, ഒരു പരിശുദ്ധ ജീവിതം ലഭിക്കണമോ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒഴുകപ്പെട്ട കാൽവറിയിലെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതെ, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവുമില്ലാത്ത, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത യേശുവിനെ സമൂഹം വെറുതെ വിട്ടില്ല. 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കണ്ടുപിടിക്കാത്ത യേശുവിനെ അവർ പിടിക്കുവാനിടയായി. ഒന്ന് കുറയെ 40 അടികൾ ആ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുവാനിടയായി. ആ യേശുവിന്റെ ശരീരം ഒരു കാള ഉഴുതുമറിക്കുന്നത് പോലെ പുറമല്ല, ഉഴവ് ചാലുപോലെ കീറപ്പെട്ടു. ശരീരം മൊത്തം ആകമാനം തകർക്കപ്പെടുവാനിടയായി. എന്തിനേറെ, മുഖത്തെ രോമങ്ങൾ, റോമൻ നാണയങ്ങൾ ചേർത്ത് വെച്ച് പിഴുതെടുക്കുവാനിടയായി. കട്ടക്കപം മുഖത്ത് കർക്കിച്ചു തുപ്പുവാനിടയായി. കണ്ണുകെട്ടി കന്നത്തടിച്ചിട്ട് പ്രവാചക നിന്നെ അടിച്ചതാരെന്ന് ചോദിക്കുവാനിടയായി. എന്നെ കാണരുത്, എനിക്ക് കാണണമെന്ന് പറഞ്ഞ് കാട്ടത്തിയിൽ കയറിയിരുന്ന സക്കായിയുടെ പേര് വിളിച്ച ആ യേശുവിന് കണ്ണുകെട്ടി കന്നത്തടിച്ചവന്റെ പേരും അഡ്രസ്സും പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. കടലിന്റെ അകത്ത് കിടന്ന മീനിന്റെ കൊടലിലിരുന്ന
പണം കണ്ട യേശുവിന്റെ കണ്ണിന് യേശുവിനെ അടിച്ചവനെ പറയാൻ കഴിയോ? പക്ഷെ യേശു ഭീഷണിപ്പെടുത്തിയില്ല, യേശു ആരെയും അപമാനിച്ചില്ല. മുഖത്ത് കണ്ണിൽ കറുത്ത തുണി കെട്ടി കന്നത്തടിച്ച അവനോട് യേശു ക്ഷമിച്ചു. കട്ടക്കപം മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊടുത്തവനോട് യേശു ക്ഷമിച്ചു. മുഖത്തെ റോമൻ നാണയങ്ങൾ വെച്ച് ചേർത്ത് പിഴുതെടുത്തവനോട് യേശു ക്ഷമിച്ചു. പുറമെല്ലാം ഉഴവുചാല് പോലെ അടിച്ച് കീറിയവരോട് യേശു ക്ഷമിച്ചു. വിലാപ്പുറം കുത്തി തുറന്നവരോട് യേശു ക്ഷമിച്ചു. കൈകാലുകളിൽ ആണി അടിച്ചവരോട് യേശു ക്ഷമിച്ചു. തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയവരോട് യേശു ക്രിസ്തു ക്ഷമിച്ചു. സ്നേഹിത, എന്തിനു വേണ്ടിയാ ഇതൊക്കെ യേശു ക്രിസ്തു അനുഭവിച്ചത്? എന്തിനു വേണ്ടിയാ ഇതൊക്കെ യേശു ക്രിസ്തു സന്തോഷത്തോടെ സഹിച്ചത്? അതെ, നമ്മൾ നടന്നുപോയി ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിന്റെ കാൽകളിൽ ആണി അടിച്ചത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിന്റെ കൈകളിൽ ആണി അടിച്ചത്. നമ്മൾ ചിന്തിച്ചു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടിയാണ് കുഞ്ഞെ യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചാടിച്ചിറക്കിയത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നു കുറയെ 40 അടികൾ യേശുവിന്റെ ശരീരത്ത് ഏറ്റെടുത്തത്. അതെ, നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഇവിടെ ഇത്രയേറെ കഷ്ടതകൾ സഹിക്കുവാൻ അനുഭവിക്കുവാൻ ഇടയായി തീർന്നത്. യേശു ഒരു മതം സ്ഥാപിക്കുവാനല്ല ഇവിടെ വന്നത്. യേശു ഒരു രാജാവാകുവാനല്ല ഇവിടെ വന്നത്. അങ്ങനെ ആയിരുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന് അതിനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു? വചനം പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. യേശു എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു? മതം സ്ഥാപിക്കുവാനല്ല. യേശു ക്രിസ്തു എന്തിനിവിടെ വന്നു? കുറച്ചുപേരെ കൂട്ടി നേതാവാകുവാനല്ല. യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു? വചനം പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. യേശു വന്നത് ഒന്ന്, പാപികളെ രക്ഷിപ്പാൻ. അതെ, ഇവിടെ നീതിമാന്മാരാരുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ആ പാപം ചെയ്തവരെ രക്ഷിക്കുവാൻ ഇവിടത്തെ മതത്തിന് ഒരു ക്രമീകരണവും ചെയ്യാനില്ല. പാപിയെ ഇവിടെ ആർക്കും വേണ്ട. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു കർത്താവ് ആ പാപം ചെയ്ത ആ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു കർത്താവ് അവക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്. അവക്കൊരു രക്ഷ ചെയ്യുവാൻ, രക്ഷപ്പെടുവാൻ ഒരു അവസരം ഒരുക്കുകയാ. കല്ലുമായി വന്ന വ്യക്തികളോട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. എന്നാൽ അവിടെ കല്ലെറിയുവാൻ വന്നവർക്ക് ഒരു കല്ല് പോലും ആ സ്ത്രീയുടെ മേൽ എറിയുവാൻ കഴിഞ്ഞില്ല കേട്ടോ. എല്ലാവരും കല്ലുകൾ ഇട്ടേച്ചു പോയപ്പോ യേശു ക്രിസ്തു ആ സ്ത്രീയും മാത്രം അവിടെ ശിക്ഷിക്കുകയാ. യേശു ക്രിസ്തു അവളോട് ചോദിക്കുന്നു, സ്ത്രീയെ, ആരും നിനക്ക് കുറ്റം ചുമത്തി, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. ഇനിമേൽ പാപം ചെയ്യരുത്. അതെ, യേശു പറയുന്ന ഒരേ ഒരു കാര്യം, ഇനി പാപം ചെയ്യരുത്. പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ നീരാടുന്ന, പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിലുണ്ടെങ്കിൽ, അതെ, പാപം നിങ്ങൾക്ക് പട്ടുമെത്ത തരത്തില്ല. പാപം നിങ്ങൾക്ക് പടുകുഴിയെ തരത്തുള്ളൂ. പാപം നിങ്ങളെ ഉയർത്തത്തില്ല. പാപം നിന്നെ താഴ്ത്തത്തേ ഉള്ളൂ. മദ്യപാനം പാപമാണ്, വ്യഭിചാരം പാപമാണ്, വെറിക്കുത്ത് പാപമാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്, ദോഷപ്പെടുത്തുന്നത് പാപമാണ്, കുലപാതകം പാപമാണ്, മോഷണം പാപമാണ്. അതെ, ഈ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ മലകൾ കയറിയാൽ സാധ്യമല്ല. നേർച്ചകളും കാഴ്ചകളും അർപ്പണങ്ങളും നടത്തിയാൽ സാധ്യമല്ല. എങ്ങനെയാ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നത്? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന്റെ മധ്യമായ പാലസ്തീന്റെ പച്ചമണ്ണിൽ ചിന്തപ്പെട്ട യേശുവിന്റെ പുണ്യാക രക്തമാണ് കുഞ്ഞെ നിന്റെ പാപങ്ങളെ പരിഹരിക്കുന്നത്.
പരിഹരിക്കുവാൻ കഴിയുന്നത്. അതെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകലം പാപമല്ല, സകല പാപവും. അമ്മയുടെ ഗർഭം മുതൽ ചെയ്തു കൂട്ടി അല്ലെങ്കിൽ ഗർഭം മുതൽ ഉണ്ടായിരിക്കുന്ന പാപം, ആ ജന്മപാപമാകട്ടെ, ആ കർമ്മപാപമാകട്ടെ, ആ പാപങ്ങളിൽ നിന്നൊരു മോചനം യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു. അതെ, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറാണോ? യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങൾ വന്നു, എനിക്കൊരു പരിശുദ്ധ ജീവിതം വേണം. അതെ, ജീവിതം അർത്ഥമുള്ളതായി മാറുന്നത് ജീവിതം പരിശുദ്ധമാകുമ്പോഴാണ്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോഴാണ്, നമ്മൾ പാപത്തിൽ നിന്ന് വേർപെടുമ്പോഴാണ്. അതേ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിലുണ്ടെങ്കിൽ അല്പനേരത്തെ സുഖം ജീവിതത്തിൽ തീരാവേദന തരും കുഞ്ഞേ. അല്പനേരത്തെ സുഖത്തിനു വേണ്ടി എവിടെ ഓടിയാലും, അല്പനേരത്തെ സുഖത്തിനു വേണ്ടി എന്തു ചെയ്താലും അത് തീരാവേദനയായി, അത് മാറാവേദനയായി നിന്നെ ജീവിതകാലം മൊത്തം നരകത്തിലേക്ക് തള്ളിയിടാൻ പോകുക. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അല്പനിമിഷത്തെ സുഖത്തിനു വേണ്ടി നമ്മൾ ഓടുന്നതൊക്കെ തീരാ വേദനയാകും, തീരാ ദുഃഖമാകും. നമുക്കറിയാം, അല്പ സുഖത്തിനു വേണ്ടി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ ലക്ഷങ്ങൾ കോടികൾ കൊടുത്താലും മാറാത്ത രോഗങ്ങൾ നമ്മളെ കാർന്നു പിടിക്കുകയാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമ്മളെ കാർന്നു പിടിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. പാപം വേണ്ട, ലോകമോഹം വേണ്ട, ഒന്നും വേണ്ട. യേശുവിന് വേണ്ടി മതി. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി. അതെ, കാൽവറിയിലെ സ്നേഹം എന്ന് പറയുന്നത്, ആ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, അത് അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന സ്നേഹമാണ്. അല്പ കാര്യസാധ്യത്തിന് വേണ്ടി തന്ന സ്നേഹമല്ല. യേശുവിന്റെ സ്നേഹം നിത്യ സ്നേഹമാണ്. ആ നിത്യ സ്നേഹം നമ്മളെ മാടി വിളിക്കുകയാണ്. വഴിയിൽ കൊണ്ടുവച്ച് ഇട്ടേക്കുന്ന സ്നേഹമല്ല, വഴിയിലിട്ട് ചതിക്കുന്ന സ്നേഹമല്ല, അല്പകാലത്തേക്കുള്ള സ്നേഹമല്ല. യേശുവിന്റെ സ്നേഹം നിത്യ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആഴം, ആ സ്നേഹത്തിന്റെ ഉയരം, ആ സ്നേഹത്തിൻ്റെതായത് ആർക്കും ഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയാത്തതാണ്. ഇവിടെ നമ്മൾ എത്ര ആരെ സ്നേഹിച്ചാലും ഒരു ദിവസം തള്ളിപ്പറയും കേട്ടോ. ഒരു ദിവസം നമ്മളെ ഉപേക്ഷിക്കും, ഒരു ദിവസം നമ്മളെ വഞ്ചിക്കും. എത്ര ചങ്ക് ബ്രോകളാണെങ്കിലോ, എത്ര ചങ്ക് തന്നു സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിലോ, ഒരു ദിവസം നിന്നെ ചതിക്കും കുഞ്ഞേ, ഒരു ദിവസം നിന്നെ വഞ്ചിക്കും. ആരും ചതിച്ചില്ല. അപ്പന്റെ സ്നേഹം നമ്മളെ വഞ്ചിക്കും, അമ്മയുടെ സ്നേഹം വഞ്ചിക്കും, നമ്മുടെ കൂടെപ്പിറപ്പുകളുടെ സ്നേഹം വഞ്ചിക്കും, നമ്മുടെ കൂടെ പഠിക്കുന്നവർ നമ്മളെ വഞ്ചിക്കും. നമ്മുടെ പുറമേ ഉള്ള പലതും കണ്ട് ഇവിടെ ഉള്ളവർ സ്നേഹിക്കുമ്പോൾ സ്വർഗത്തിലെ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് പുറമേ ഉള്ള സ്നേഹമല്ല, നമ്മുടെ അകമേ